ഹായ് ഓൾ, എബിഡി സാറാണ്. ഇന്ന് വന്നിട്ടുള്ളത് കേരള യങ് ജീനിയസ് എക്സാമിനേഷനെ കുറിച്ച് പറയാനാണ്. ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് പല വീഡിയോസിലൂടെയൊക്കെ മക്കൾ കേട്ടറിഞ്ഞിട്ടുണ്ടാവും, കുറേയധികം കാര്യങ്ങളെ കുറിച്ചൊക്കെ മക്കൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതെന്തിനാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്നത് എന്നായിരിക്കും പല മക്കളും വിചാരിക്കുന്നത്. അതെ, നിങ്ങളുടെ സബ്ജക്ട് നോളജും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എത്രത്തോളം എക്സ്പേർട്ട് ആണ് എന്ന് അനലൈസ് ചെയ്യാനാണ് ഈ ഒരു എക്സാമിനേഷൻ ഫസ്റ്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്, 3 സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്കൂൾ ലെവലാണ്. സ്കൂൾ ലെവലുള്ള ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മക്കൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. 45 മിനിറ്റ്സ് ആയിരിക്കും മക്കൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാവാം. അപ്പോൾ ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ലെവൽ മക്കൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെവലിൽ നിന്നും സെലക്ട് ചെയ്യുന്ന കുട്ടികളെയാണ് സെക്കൻഡ് ലെവലായിട്ടുള്ള ഡിസ്ട്രിക്ട് ലെവലിലേക്ക് അല്ലെങ്കിൽ സോണൽ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. സെക്കൻഡ് ലെവൽ വരുന്നത് ഡിസ്ട്രിക്ട് ലെവലാണ്. ഓക്കെ, ഈ ഒരു ഡിസ്ട്രിക്ട് ലെവൽ നമ്മൾ 3 സോണലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നോർത്തേൺ സോൺ, ദെൻ സെൻട്രൽ സോൺ, ദെൻ സദേൺ സോൺ, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സെയിം മെത്തേഡാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ മക്കളെ ആൻസർ ചെയ്യേണ്ടി വരിക. പക്ഷേ ഇവിടെ മാർക്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ്റെ എമൗണ്ടിൽ എന്തുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സിൽ എന്തുണ്ട്, കുറച്ച് മാറ്റങ്ങളുണ്ട്. 75 ക്വസ്റ്റ്യൻസ് ആണ് മക്കൾ ടോട്ടൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. 300 മാർക്സ് ആയിരിക്കും ടോട്ടൽ വരുന്നത്. ഇവിടെ 180 മിനിറ്റ്സ് ആയിരിക്കും മക്കൾക്ക് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും ആൻസേഴ്സ് കവർ ചെയ്യാൻ കിട്ടുന്ന ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 180 മിനിറ്റ്സ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ഓരോ സോണിൽ വരുന്ന ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുള്ളത്. സൗത്ത് സോൺ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളാണ് സൗത്ത് സോണിൽ വരുന്നത്. ദെൻ നമ്മുടെ സെൻട്രൽ സോണിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളാണ്. ദെൻ നോർത്തേൺ സോണിലേക്ക് നമ്മൾ വരുമ്പോൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സോണിൽ കഴിഞ്ഞോട് കൂടിയാണ് മക്കൾ തേർഡ് സ്റ്റേജിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഫൈനൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിലേക്ക് വരുന്നത്. ഇത് സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവലായിരിക്കും കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലെവൽ കഴിയുമ്പോൾ തന്നെ മക്കളുടെ ഈ സബ്ജക്റ്റിലുള്ള നോളജ് എത്രത്തോളമാണ്, അതിനെക്കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി ക്ലാരിറ്റി മക്കൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഓരോ സബ്ജക്റ്റിലും മക്കൾക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ഐഡിയ മക്കൾക്ക് എന്ത് ചെയ്യും, ഈ സെക്കൻഡ് ലെവൽ കഴിയുന്നതോടുകൂടി കിട്ടും. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലാണ്. ഈ ഒരു സ്റ്റേറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടലായിട്ട് മക്കൾക്ക് ഉണ്ടാവുന്നത്. ഇവിടെ 120 മാർക്സ് തന്നെയാണ് ഈ 30 ക്വസ്റ്റ്യൻസിന് ഉണ്ടാവുന്നത്. ഇവിടെ മാറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ MCQ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തതെങ്കിൽ ഇവിടെ വരുമ്പോൾ സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ആൻസേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, ഇതൊക്കെ കൃത്യമായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഫൈനൽ സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു സെഷൻ മാത്രമല്ല മക്കളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ പാർട്ട് എ, പാർട്ട് ബി എന്നിങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫൈനൽ സ്റ്റേജിനെ. അപ്പോൾ ഈ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വൈവ അല്ലെങ്കിൽ ഇന്റർവ്യൂ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ വൈവ അല്ലെങ്കിൽ ഇന്റർവ്യൂ മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ മക്കൾക്ക് 30 to 40 മിനിറ്റ്സ് ആണ് ടോട്ടലി മക്കൾക്ക് മുമ്പിലേക്ക് ഉണ്ടാവുക. 80 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് ടോട്ടൽ 200 മാർക്സ് ആണ്. അതായത് 120 മാർക്കായിട്ട് നമ്മുടെ പാർട്ട് എയിൽ നിന്ന് വന്നിരുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്. then 80 മാർക്സ് ആണ് ഈ പറയുന്ന ഇന്റർവ്യൂസിന് അല്ലെങ്കിൽ വൈവയ്ക്ക് വരുന്നത്. ഇത് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ എത്രത്തോളം എന്താ പറയുക നിങ്ങളുടെ പ്രസന്റേഷൻ സ്കില്ലും നിങ്ങളുടെ എബിലിറ്റിയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വൈവ സെഷൻ വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. ഇൻ ഫ്യൂച്ചർ നിങ്ങൾ എഴുതാൻ പോകുന്ന പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും മക്കൾക്ക് വൈവ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 8ാം ക്ലാസ്സിൽ തന്നെ ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് എന്താ പറയുക ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതുകൂടാതെ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നോളജ് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞോട് കൂടിയാണ് ഫൈനൽ വിന്നേഴ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഫൈനൽ വിന്നേഴ്സ് എന്ന് പറയുമ്പോൾ കേരള യങ് ജീനിയസ് എക്സാമിനേഷൻ കഴിഞ്ഞ് ആ ഒരു വിന്നേഴ്സ് എന്ന് പറയുന്നത് ഒട്ടനവധി സമ്മാനങ്ങളാണ്, അല്ലെങ്കിൽ ഒട്ടനവധി പ്രൈസസ് ആണ് മക്കൾ വേണ്ടി കാത്തിരിക്കുന്നത്. കൂടാതെ ഒരു കിഡിലൻ സ്കോളർഷിപ്പ് മക്കൾ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എന്താണ് സാറേ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും മക്കളുടെ നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത്. അതേ മക്കളെ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച സിലബസും ദെൻ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസും തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.